നവംബർ 16-ാം തീയതി കേരള ജംഇയ്യത്തുലമയുടെ മഹാസമ്മേളനം നടക്കാനിരിക്കുന്നു. കേരള ജംഇയ്യത്തുലമ, സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന ഈ സമുദായത്തിരുട്ടിലേക്ക് വഴി നടത്തിയ ഒരു സംഘടന അതിന്റെ 100-ാം വാർഷികം ആഘോഷിക്കാൻ കേരളക്കരയൊട്ടാകെ കൊടുമ്പിരി കൊണ്ട പ്രചരണങ്ങൾ നടത്തുമ്പോൾ ആ ഇരുട്ട് നിറഞ്ഞ അന്ധവിശ്വാസികളുടെ കൈകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിച്ചെടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ കേരള ജംഇയ്യത്തുലമ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ 100-ാം വാർഷിക സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നാം തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. നവംബർ 16 എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകണം. കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകന്മാരുടെ ഒരു സംഗമമാകണം. മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം കേരളം കാണുന്ന ഏറ്റവും മഹത്തായ ജനകീയമായ ഒരു സംഗമ ഭൂമിയായി കോഴിക്കോടിന്റെ കടപ്പുറത്ത് ഈ സമ്മേളനം മാറണമെന്നാണ് ISMന്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് എന്റെ സഹപ്രവർത്തകന്മാരോട് സൂചിപ്പിക്കാനുള്ളത്. ജംഇയ്യത്തുലമയ്ക്ക് ജില്ലാ കമ്മിറ്റികളില്ല, മണ്ഡലം കമ്മിറ്റികളില്ല, ശാഖാ കമ്മിറ്റികളില്ല. ജംഇയ്യത്തുലമയുടെ ജില്ലാ കമ്മിറ്റികൾ എന്ന് പറയുന്നത് കേരള ദുബത്തുൽ മുജാഹിദിന്റെ ജില്ലാ കമ്മിറ്റികളും ISMന്റെ ജില്ലാ കമ്മിറ്റികളുമാണ്. കേരള ജംഇയ്യത്തുലമയുടെ മണ്ഡലം കമ്മിറ്റികൾ എന്ന് പറയുന്നത് കേരള ദുബത്തുൽ മുജാഹിദിന്റെ മണ്ഡലം കമ്മിറ്റികളും ISMന്റെ മണ്ഡലം കമ്മിറ്റികളും MSMന്റെ മണ്ഡലം കമ്മിറ്റികളും MGMന്റെ മണ്ഡലം കമ്മിറ്റികളുമാണ്. കേരള ജംഇയ്യത്തുലമയുടെ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ISMന്റെയും KNMന്റെയും MSMന്റെയും MGMന്റെയും യൂണിറ്റ് കമ്മിറ്റികളാണ്. യൂണിറ്റുകളിൽ നിന്ന് ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹാസാഗരമായി അറബിക്കടലിന്റെ തിരമാലകൾ ഓളം തള്ളുന്ന അറബിക്കടലിന്റെ തിരമാലകളുടെ സാഗര തീരത്ത് ഒരു മനുഷ്യ മഹാസാഗരത്തെ സൃഷ്ടിച്ചെടുക്കാൻ കേരള ദുബത്തുൽ മുജാഹിദീന്റെ നേതൃത്വങ്ങൾക്ക് കഴിയണമെന്നാണ് ജംഇയ്യത്തുലമയുടെ സമ്മേളനത്തിന്റെ സമാപന വേദിയിൽ എനിക്ക് എന്റെ സഹപ്രവർത്തകന്മാരോടും പണ്ഡിതന്മാരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ സംസാരങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട പ്രബോധകന്മാരോട്, ISMന്റെയും KNMന്റെയും മണ്ഡലം ശാഖാ നേതാക്കന്മാരോട് നിങ്ങളുടെ നാവുകളിൽ സംസാരങ്ങളിൽ ജംഇയ്യത്തുലമയുടെ സമ്മേളനം ഉണ്ടാകണം. നവംബർ 16 എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ സംഗമമായി കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടുന്ന മഹാസംഗമമായി നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഞാൻ ഓർക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ ഒരു സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോൾ ബഹ്റൈനിൽ നിന്ന് വന്ന നമ്മുടെ ചില അതിഥികൾ നടത്തിയ സംസാരമാണ്. അവർ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ഞങ്ങൾ വരുന്നത് ബഹ്റൈൻ എന്ന നാട്ടിൽ നിന്നാണ്. ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നത് ഒരു ബഹ്റൈനിന്റെ തീരത്തേക്കാണ്, 2 സാഗരങ്ങളുടെ തീരത്തേക്കാണ്. ഒന്ന് ഈ അറബിക്കടലിന്റെ ഓളങ്ങ് തള്ളുന്ന തിരമാലകളാണെങ്കിൽ ആ തിരമാലകൾക്ക് സമീപം എണ്ണിയെടുക്കാൻ കഴിയാത്ത മനുഷ്യ മഹാസാഗരത്തിലേക്കാണ് ഞങ്ങൾ കടന്നു വന്നത് എന്ന് നമ്മുടെ അതിഥികൾ ഓർത്തതുപോലെ അതിനേക്കാളും മഹത്തായ ഒരു സംഗമമായി, ബഹുജന സംഗമമായി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂട്ടായ്മയുടെ വൻ വിജയമായി കേരള ജംഇയ്യത്തുലമയുടെ സമ്മേളനം മാറ്റണമെന്നതാണ് ഒന്നാമത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.